ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫെയിലിയർ മോഡ്സ് ഓഫ് വെയർ ആയിരുന്നു പഠിച്ചത്. അതിൽ രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്, അതായത് രണ്ട് രീതിയിലാണ് ഫെയിൽ ആവാൻ ചാൻസ്. ഒന്നാമത്തത് ഡ്യൂ ടു സബ്സർഫസ് ഫ്ലോ. ഡ്യൂ ടു സബ്സർഫസ് ഫ്ലോ രണ്ടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഡ്യൂ ടു സർഫസ് ഫ്ലോ, സർഫസ് ഫ്ലോ കാരണം ഉണ്ടാകുന്ന ഫെയിലിയർ. അപ്പം സോന എങ്ങനെയാ സബ്സർഫസ് ഫ്ലോ കാരണം ഫെയിൽ ആവാൻ ചാൻസസ്? ആ ഫെയിലിയേഴ്സ് അണ്ടർമൈനിങ്ങും പിന്നെ റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു അപ്ലിഫ്റ്റ് പ്രഷർ. അപ്പൊ അത് ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫെയിലിയർ ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തത് ഡ്യൂ ടു സർഫസ് ഫ്ലോ ആണ്. ഡ്യൂ ടു സർഫസ് ഫ്ലോ. സർഫസ് ഫ്ലോ കാരണവും രണ്ട് കേസസ് ആണുള്ളത്. ഒന്നാമത്തത് ഫസ്റ്റ് വൺ rupture of floor due to suction caused by standing waves. Okay, ഇതാണ് ഫസ്റ്റ് വൺ, rupture of floor due to suction caused by standing waves. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കുമ്പോൾ ഇതാണ് ഒരു വെയർ അല്ലെ, നമ്മൾ വാട്ടർ അപ്സ്ട്രീമിൽ കെട്ടിക്കിടത്തുന്നു, എന്നിട്ട് ഡൗൺ സ്ട്രീമിലേക്ക് വാട്ടറിനെ ഇതിന്റെ മുകളിലൂടെ പാസ് ചെയ്യിക്കുന്നു. അപ്പൊ ഈ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത്, ഭയങ്കര ഹൈ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് പറ്റും, വെയറിന്റെ മുകളിലൂടെ വാട്ടർ ഫ്ലോ ചെയ്ത് ഭയങ്കര സ്പീഡിലായിരിക്കും ഇവിടുന്ന് വാട്ടർ ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഹൈഡ്രോളിക് ജമ്പ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഹൈഡ്രോളിക് ജമ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്? ഇതാണ് ഹൈഡ്രോളിക് ജമ്പ്. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ആ പ്രഷറിനെ അല്ലെങ്കിൽ ആ ഒരു എനർജീനെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് എന്ത്, ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. എന്താണ് ഹൈഡ്രോളിക് ജമ്പ്, ഓർക്കുന്നുണ്ടോ? സഡൻ ഇൻക്രീസ് ഇൻ ഡെപ്ത് ഓഫ് വാട്ടർ. പെട്ടെന്നൊരു വാട്ടറിന്റെ ഡെപ്ത് കൂടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ എനർജി ഡെസിപ്പേഷന്റെ ഒരു ഫോമാണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എനർജി ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറ്റും, ഈ വാട്ടർ നേരെ വന്ന് ഈ ഫ്ലോറിലേക്ക് അടിച്ചു വീഴും അല്ലെ. ഇവിടെ ഒരു ഫ്ലോർ ഉണ്ടാവും, കോൺക്രീറ്റിന്റെ ഫ്ലോർ നമ്മൾ കൊടുക്കും. ഈ സ്കോറിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി താഴെ ഫ്ലോർ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ നിങ്ങൾ വീട്ടിലൊക്കെ ഫ്ലോറിങ് കൊടുക്കൂല്ലേ, അതായത് നമ്മുടെ സിമെന്റ് മോട്ടാറൊക്കെ വെച്ചിട്ട്, ഇതുപോലെ തന്നെ ഇവിടെ സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഫ്ലോർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ താഴെയാണ് മണ്ണ് വരിക. ഓക്കെ, അപ്പം ആ ഫ്ലോറിലേക്ക് ഈ സാധനം വന്ന് അടിച്ചു തല്ലി വീഴും. ആ വെള്ളം ഇങ്ങനെ അടിച്ചു തല്ലി വീഴുമ്പോഴത്തേക്കും എന്ത് പറ്റും, അവിടെ റപ്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു സക്ഷൻ കോസ്ഡ് ബൈ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത്. സോ വെയറിന്റെ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വാട്ടർ വീഴുമ്പോൾ എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഫോമിൽ കൂടുതൽ എനർജി ഇങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യും, ആ ഫ്ലോറിലേക്ക് എക്സേർട്ട് ചെയ്യും. അങ്ങനെ ഫ്ലോറിന് ഡാമേജ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു സക്ഷൻ കോസ്ഡ് ബൈ സ്റ്റാൻഡിങ് വേവ്. ഈ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നതാണ് ആ ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ഹൈഡ്രോളിക് ജമ്പ് തന്നെയാണ് ഈ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സെക്കൻഡ് ഫെയിലിയർ മോഡ് എന്ന് പറഞ്ഞാൽ സ്കോർ ഓൺ upstream and downstream of wear. അതാണ് സെക്കൻഡ് മോഡ് ഓഫ് ഫെയിലിയർ, സ്കോർ ഓൺ അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം ഓഫ് വെയർ. അതായത് ഒന്നുമില്ല, ഇങ്ങനെയാണ് നിങ്ങളുടെ വെയറിന്റെ ബോട്ടത്തിൽ നിങ്ങൾക്ക് ഫ്ലോർ ഉണ്ട്.
ഇത്രയാണ് കോൺക്രീറ്റ് വെച്ച്. ബാക്കിയെല്ലാം ഈ കനാൽ ഇപ്പൊ വരുവാണെന്ന് വിചാരിച്ചു, ഇപ്പൊ വെള്ളം ഒഴുകി വരുന്ന പോർഷൻ വിചാരിച്ചു, അത് മണ്ണിന്റെ മുകളിലൂടെ തന്നെയാണ് വെള്ളം ഒഴുകി വരുന്നത്. പിന്നെ നമ്മൾ ആ ഹൈഡ്രോളിക് സ്ട്രക്ചർ എവിടെയാണോ വരുന്നത് അവിടെ കോൺക്രീറ്റ് കൊണ്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് ലെങ്തിൽ ഫ്ലോറിങ് കൊടുക്കും. ആ ഫ്ലോറിങ് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ആ ഒരു സെന്റർ പോർഷനിലേക്കായിരിക്കും നമ്മൾ വെയറിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ വരുന്ന വഴിക്കും പോകുന്ന കുറച്ച് ഡെപ്ത് വരെ, അല്ല കുറച്ച് ലെങ്ത് വരെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഈ ഫ്ലോർ കൊടുക്കും. സ്കോറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ഇങ്ങനെ വരുന്ന ഹൈ വെലോസിറ്റിയിലായിരിക്കില്ലേ വരുന്നത്. ഹൈ വെലോസിറ്റി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റോപ്പാ ചെയ്യുന്നത്. ഇവിടെ ഇവരത് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? അവിടുന്ന് ഇങ്ങനെ കറങ്ങാൻ സാധ്യതയുണ്ട്. കണ്ടോ? ഈ ഒരു സ്കോറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. അതായത് ഇങ്ങനെ തൂത്തുവാരും അടിയിന്ന് വല്ലാണ്ട് ഇങ്ങനെ ഈ ഇവിടെ കിടക്കുന്ന ഈ ഒരു പോർഷനിൽ കിടക്കുന്ന മണ്ണിനെയൊക്കെ ഇതിങ്ങനെ സ്കോർ ചെയ്യുക. ഇങ്ങനെ ഭയങ്കര നിങ്ങളില്ലേ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കുത്തി മണ്ണിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? അവിടെയുള്ള കുറച്ച് മണ്ണ് ഇങ്ങനെ പൊന്തി പോരൂലേ? ഇല്ലേ? നിങ്ങളിങ്ങനെ നല്ല ശക്തിയിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നിലത്തോട്ട് ഒഴിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? ആ ശക്തി കൊണ്ട് ആ കുറച്ച് സോയിൽ പാർട്ടിക്കിൾസ് എന്ത് പറ്റും? ഡിസ്റ്റർബ്ഡ് ആയിട്ട് അങ്ങനെ ഡിസ്റ്റർബ് ആവുന്നില്ല. ആ ഒരു പ്രോസസ്സ് അത് വലുതായിട്ട് വരുന്നതിനാണ് സ്കോറിംഗ് എന്ന് പറയുന്നത്. അത് ഈ വെള്ളത്തിന്റെ ഉള്ളിലും ആ സ്കോറിംഗ് നടക്കുന്നുണ്ട്. അതായത് ആ വേവ്സ് വന്നിട്ട് ഇങ്ങനെ കേള് ചെയ്യും. ഇങ്ങനെ വാട്ടർ വരുവാണെങ്കിൽ, ഇതാണ് വെള്ളം എന്ന് വിചാരിച്ചു, ഈ ശക്തി കാരണം ഈ ഇങ്ങനെ ഒരു വേവ് പോലെ ആ വെള്ളം വാട്ടർ പാർട്ടിക്കിൾസ് കുറെ എണ്ണം കൂടെ ഇങ്ങനെ കിടന്ന് ചുറ്റും. സോ അങ്ങനെ ആ ചുറ്റുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇതിന്റെ താഴെയുള്ള കുറച്ച് പോർഷനിലെ സോയിലിനെയും കൂടെ അതിങ്ങനെ കുറച്ച് സോയിൽ പാർട്ടിക്കിൾസിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് സ്കോറിംഗ് എന്ന് പറയുന്നത്. സ്കോറിംഗ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം ആണ്. അതുകൊണ്ട് സ്കോറിംഗ് എന്താണെന്ന് വൃത്തിക്ക് പഠിച്ചു വെക്കണം. സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഈ സോയിലിനെ സ്കോർ ചെയ്യും, കൂടാതെ അത് മുകളിൽ ശരിക്കും വാട്ടറിനെ സ്കോർ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ വാട്ടറിനെ സ്കോർ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. സോയിലിനെ സ്കോർ ചെയ്യുമ്പോഴാണ് എന്ത് പറ്റുക? ഇവിടെയുള്ള സോയിൽ പാർട്ടിക്കിളിനെ സ്കോർ ചെയ്ത് ഇങ്ങനെ ഒരു കുഴിയൊക്കെ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഈ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും ഈ സ്കോറിംഗ് ഉണ്ടാവും. കാരണം ഭയങ്കര വെലോസിറ്റിയിലായിരിക്കും വാട്ടർ ഇവിടെ വരുന്നത്. വാട്ടർ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വെച്ചേക്കുക. അപ്പൊ എന്ത് പറ്റും? ഇവിടെ സ്കോറിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വാട്ടർ നേരെ താഴേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും അവിടെ വെലോസിറ്റി കൂടിയിട്ട് ഡൗൺ സ്ട്രീമിലും സ്കോറിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് സ്കോറിംഗ് ആൻഡ് ഓൺ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ദി വെയർ എന്ന് പറയുന്നത്. സോ സർഫസ് ഫ്ലോയില് 2 ടൈപ്സ് ഓഫ് ഫെയിലിയേഴ്സ് ആണ് ഉണ്ടാവാൻ സാധ്യത. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു suction caused by standing waves. And second one is score on upstream and downstream of wear. ഓക്കെ, അപ്സ്ട്രീം എന്താ ഡൗൺ സ്ട്രീം എന്താന്ന് അറിയാലോ? അപ്സ്ട്രീം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ സ്ട്രക്ചറിന്റെ ബാക്കിലത്തെ പോർഷൻ, അതായത് എവിടുന്നാണോ വെള്ളം വരുന്നത് അതാണ് അപ്സ്ട്രീം. പിന്നെ എങ്ങോട്ടേക്കാണ് ഒഴുകി പോകുന്നത് ആ സ്ട്രക്ചർ കഴിഞ്ഞുള്ള പോർഷനാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ രണ്ടെണ്ണവും എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അപ്പൊ ഫസ്റ്റ് കേസ് ആദ്യത്തെ എന്തായിരുന്നു? സക്ഷൻ കോസ്ഡ് ബൈ സ്റ്റാൻഡിങ് വേവ്സ്. അതെങ്ങനെയാണ്? റെമഡിയൽ മെഷേഴ്സ്. എല്ലാത്തിനും നമ്മൾ റെമഡിയൽ മെഷേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ കേസിൽ പറഞ്ഞായിരുന്നോ? പൈപ്പിങ്ങിന് റെമഡിയൽ മെഷേഴ്സ് പറഞ്ഞായിരുന്നോ? ഇല്ലേ? മറ്റേതിനോ? അതായത് രണ്ടാമത്തെ അപ്ലിഫ്റ്റ് പ്രഷർ കാരണമുള്ളതോ? ഓക്കെ, അത് ഞാൻ പഠിപ്പിച്ചു നിർത്താം. ഓക്കെ, സോ ഇതിന്റെ എല്ലാത്തിന്റെ റെമഡിയൽ മെഷേഴ്സ് വൃത്തിക്ക് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തൊട്ട് പറയാം. എന്നാല് ആദ്യത്തെ എന്താ? ഡ്യൂ ടു സബ്സർഫസ് ഫ്ലോ. അത് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആയിരുന്നു എന്ത്? പൈപ്പിംഗ്. സെക്കൻഡ് വൺ ഡ്യൂ ടു അപ്ലിഫ്റ്റ് പ്രഷർ, റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു uplift pressure.
ഡ്യൂ ടു അപ്ലിഫ്റ്റ് പ്രഷർ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക, എന്തൊക്കെയാണ് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, പിന്നെ റെമഡിയൽ മെഷേഴ്സ് എന്താന്നുള്ളത് കാണാതെ പഠിക്കുക. അപ്പൊ ഞാൻ ഇവിടെ റെമഡിയൽ മെഷേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. പൈപ്പിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 റെമഡിയൽ മെഷേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് സഫിഷ്യന്റ് ലെങ്ത് ഓഫ് ഫ്ലോ. പ്രൊവൈഡ് സഫിഷ്യന്റ് ലെങ്ത് ഓഫ് ഫ്ലോ. ഓക്കെ, പൈപ്പിംഗ് എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെ ഒരു വെയറുണ്ട്, വാട്ടർ ഇതിലേക്കൂടെ സീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഡൗൺ സ്ട്രീമിലുള്ള ആ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് ഒരു ഹോള് തിരിച്ച് ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ് സ്ട്രീമിലേക്ക് ക്രിയേറ്റ് ചെയ്യും. നേരെ തിരിച്ചാണ് ഇറോഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, വാട്ടർ മൂവ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, പക്ഷെ ഇറോഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടാവുന്നത് ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ് സ്ട്രീമിലേക്കായിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പൈപ്പിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യുന്ന റെമഡിയൽ മെഷേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ, സഫിഷ്യന്റ് ലെങ്ത്. ഈ ഫ്ലോറിന് ആവശ്യത്തിന് ലെങ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, കോൺക്രീറ്റ് വെച്ച് തന്നെ ഫ്ലോർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും കുറച്ച് ലെങ്തിലേക്ക്. അപ്പം ആ ഒരു ലെങ്ത് കൂട്ടി കൊടുക്കുക. ആവശ്യത്തിന് ഫ്ലോർ ലെങ്ത് പ്രൊവൈഡ് ചെയ്യുക. കുറച്ച് ഫ്ലോർ ലെങ്ത് കൊടുക്കാതെ ആവശ്യത്തിന് വേണ്ട എന്തോരമാണോ അത്രയും ഫ്ലോർ ലെങ്ത് കൊടുക്കുക. രണ്ടാമത്തെ എന്താ, പ്രൊവൈഡ് പൈലറ്റ് ഡൗൺ സ്ട്രീം എൻഡ്. ഡൗൺ സ്ട്രീമില് പൈല് കൊടുക്കുക. എന്തായിരുന്നു പൈലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഷീറ്റ് ഇങ്ങനെ അടിച്ചു കയറ്റുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഷീറ്റ് പൈലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ ആസ്ബറ്റോ ഷീറ്റ് ഓർക്കുക, നല്ല തിക്നെസ് ഉള്ളൊരു, നിങ്ങൾ ചില വീട്ടിലല്ലെങ്കിൽ ചിലടത്ത് കണ്ടിട്ടില്ലേ ഷീറ്റ്, മുകളിൽ ഷീറ്റ് വെച്ചിരിക്കുന്നത്, അതിന്റെ ഇച്ചിരി കൂടെ കട്ടിയുള്ള ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റ് എന്ത് ചെയ്യുന്നറിയോ, ഇതിലേക്ക് അടിച്ചു താത്തും. അപ്പൊ ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റി, വാട്ടർ മൂവ് ചെയ്തില്ല, ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതിനെ റെസ്ട്രിക്ട് ചെയ്യുക. താഴെ കൂടെ വാട്ടർ സീപ്പ് ചെയ്യുവാണെങ്കിൽ ആ വാട്ടറിന്റെ മൂവ്മെന്റിനെ ഈ സാധനം റെസ്ട്രിക്ട് ചെയ്യും. മനസ്സിലായോ? അതാണ് സംഭവം. ഷീറ്റ് പൈൽ എന്ന് പറയുന്നത് നേരെ താഴേക്ക് നമ്മൾ അടിച്ചിറക്കി വെക്കും ഒരു ഷീറ്റ്. അങ്ങനെയാണ് ഈ പൈൽ എന്ന് പറയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട്. അതായത് ഈ ഫ്ലോറിന്റെ താഴെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് ഈ പൈൽ കൊടുക്കാറുണ്ട്. സോ പൈപ്പിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി 2 റെമഡിയൽ മെഷേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ഫ്ലോർ, പ്രൊവൈഡ് സഫിഷ്യന്റ് ലെങ്ത് ഓഫ് ഫ്ലോർ. സെക്കൻഡ് വൺ, പ്രൊവൈഡ് പൈലറ്റ് ഡൗൺ സ്ട്രീം എൻഡ്. സെക്കൻഡ് വണ് നിങ്ങളുടെ സബ്സർഫസ് ഫ്ലോ ആണ് ഇപ്പൊ പറയുന്നത്. സബ്സർഫസ് ഫ്ലോയിലെ സെക്കൻഡ് ഫെയിലിയർ എന്ന് പറയുന്നത് റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു അപ്ലിഫ്റ്റ് പ്രഷർ. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു വെയർ ഉണ്ട് എന്ന് വിചാരിക്കാം. വെയറിൽ ഇതാണ് ഫ്ലോറൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും താഴെ വാട്ടർ സീപ്പ് ചെയ്യുന്ന വാട്ടർ നമ്മളുടെ ഫ്ലോറിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അപ്ലിഫ്റ്റ് പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ചെയ്യുമ്പോൾ അത് എന്ത് വെച്ചിട്ട് റെസിസ്റ്റ് ചെയ്യുന്നതെന്നാ ഞാൻ പറഞ്ഞേ, ഈ തരുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെ എന്ത് വെച്ചിട്ടാ അത് റെസിസ്റ്റ് ചെയ്യുന്നത്? സെൽഫ് വെയിറ്റ്. ഈ ഒരു നമ്മളുടെ സ്ട്രക്ചറിന്റെ സെൽഫ് വെയിറ്റ് വെച്ചിട്ടാണ് അത് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയായിരിക്കും നമുക്ക് ഇതിന് റെമഡിയൽ മെഷേഴ്സ് ഒരെണ്ണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു റെമഡിയൽ മെഷർ എങ്ങനെയായിരിക്കും? അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് സെൽഫ് വെയിറ്റ് വെച്ചിട്ടാ. അപ്പം അതിനുള്ള റെമഡിയൽ മെഷർ എന്തായിരിക്കും ഒരെണ്ണം? സെൽഫ് വെയിറ്റ് കൂട്ടി കൊടുക്കുക. സെൽഫ് വെയിറ്റ് കൂട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോറിന്റെ തിക്നെസ് കൂട്ടണം. ഓക്കെ, അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു ക്രോസ് സെക്ഷനിലായിരിക്കും ഫോഴ്സിന്. നിങ്ങൾ സ്ട്രെസ് ഒക്കെ പഠിക്കുന്നില്ലേ, ആ സ്ട്രെസ് ഒക്കെ പഠിക്കുമ്പോൾ എങ്ങനെ ഒരു ക്രോസ് സെക്ഷനിൽ വരുന്ന ഫോഴ്സിനെ നമ്മൾ സ്ട്രെസ് വെച്ചിട്ട് പ്രിവെന്റ് ചെയ്യുക. അങ്ങനെയല്ലേ, ഒരു മെറ്റീരിയലിന്റെ സ്ട്രെസ് വെച്ചിട്ട് ആ ക്രോസ് സെക്ഷനിലേക്ക് വരുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ പ്രിവെന്റ് ചെയ്യുക ചെയ്യുന്നത്. സോ നമ്മൾ ആ ഒരു ഫ്ലോറിന്റെ തിക്നെസ് കൂട്ടും. ഫ്ലോറിന്റെ തിക്നെസ് കൂടുമ്പോൾ എന്താ, ഓട്ടോമാറ്റിക്കലി അതിന്റെ സെൽഫ് വെയിറ്റ് കൂടൂലേ? സോ അങ്ങനെയാണ് ഒരു റെമഡിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് സഫിഷ്യന്റ് തിക്നെസ് ടു ദ ഫ്ലോർ. ഫ്ലോറിന് ആവശ്യത്തിന് തിക്നെസ് കൊടുക്കുക. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ, പ്രൊവൈഡ് സഫിഷ്യന്റ് ലെങ്ത്.
ലെങ്ത് കൂട്ടുമ്പോഴും എന്താ, ലെങ്ത് കൂട്ടുമ്പോഴും നമ്മളുടെ സെൽഫ് വെയിറ്റ് കൂടൂല്ലേ, ലെങ്തും തിക്നെസ്സും കൂട്ടുമ്പോൾ എന്തായാലും സെൽഫ് വെയിറ്റ് കൂടും, അങ്ങനെ റെസിസ്റ്റ് ചെയ്യാം. അപ്പൊ പ്രൊവൈഡ് സഫിഷ്യന്റ് ലെങ്ത് ടു ദ ഫ്ലോർ, ഇനി മൂന്നാമത്തത് പ്രൊവൈഡ് പൈൽ അറ്റ് അപ്സ്ട്രീം എൻഡ്, പ്രൊവൈഡ് പൈൽ അറ്റ് അപ്സ്ട്രീം എൻഡ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു കൊടുക്കാൻ അവര് പറഞ്ഞേ, പൈപ്പിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൗൺ സ്ട്രീം എൻഡിലും അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ അപ്സ്ട്രീം എൻഡിലും. അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പൈപ്പിംഗ് എന്ന് പറയുന്നത് എപ്പോഴാ ഉണ്ടാകുന്നത്, എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡൗൺ സ്ട്രീമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത അല്ലെ, ഡൗൺ സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാ പൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്കായിരിക്കും ഈ സോയിൽ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റർബൻസ് വരുന്നത്. അതായത് വാട്ടർ സീപ്പ് ചെയ്ത്, വാട്ടർ താഴെ കൂടെ സീപ്പ് ചെയ്താൽ ഈ പൈപ്പിംഗ് ഉണ്ടാവില്ല. എപ്പോഴാണ് പൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക, താഴെ കൂടെ ഒഴുകുന്ന, അതായത് ഈ സോയിലിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന വാട്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഫേസിൽ എത്തണം, അതായത് പുറത്തേക്ക് ആ ഗ്രൗണ്ടിലോട്ട് എത്തുമ്പോഴാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരുന്നാൽ പോരെ, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പൈൽ കൊടുക്കുന്നത്. ഓക്കെ, ഡൗൺ സ്ട്രീമിലേക്ക് ഈ സോയില് എത്തി ആ ഗ്രൗണ്ട് ഫേസിലോട്ട് എത്തുമ്പോഴാണ് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി പിന്നെ ഇറോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പൊ ഇവിടെ പൈല് കൊടുത്തിട്ടുണ്ട്, എന്താ, ഇവിടെ കിടക്കുന്ന വാട്ടറിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പൈപ്പിങ്ങിന്റെ കേസിൽ ഡൗൺ സ്ട്രീമിൽ പൈലും. ഇനി അപ്ലിഫ്റ്റ് പ്രഷർ എങ്ങനെയാ ഉണ്ടാവുന്നത്, അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ താഴേക്ക് സീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാട്ടർ താഴേക്ക് സീപ്പ് ചെയ്യാനേ പാടില്ല അല്ലെ. അപ്ലിഫ്റ്റ് പ്രഷർ എന്താ, താഴെ, അതായത് സോയിലിന്റെ ഉള്ളിലൂടെ സീപ്പ് ചെയ്യുന്ന വാട്ടർ നിങ്ങളുടെ സ്ട്രക്ചറിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അപ്ലിഫ്റ്റ് പ്രഷർ. അപ്പം ഒട്ടും വാട്ടർ സീപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ എവിടുന്നേ സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ വാട്ടർ സീപ്പ് ചെയ്യുന്നത്, ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അപ്സ്ട്രീമിൽ പൈൽ കൊടുക്കുന്നത്. ഓക്കെ, അത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് ഇതിങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു സബ്സർഫസ് ഫ്ലോ ആണ്. സർഫസ് ഫ്ലോ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എപ്പോഴും ചോദിക്കുന്നത് സബ്സർഫസ് ഫ്ലോയിലെ ഫെയിലിയേഴ്സ് എങ്ങനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ പൈപ്പിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് കേസിലും ലെങ്ത് ഓഫ് ഫ്ലോർ ആവശ്യത്തിന് കൊടുക്കണം. പിന്നെ രണ്ടാമത് പൈല് കൊടുക്കണം. പൈപ്പിങ്ങിനാവുമ്പോൾ എൻഡിലും കൊടുക്കണം, അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ അപ്സ്ട്രീമിലും കൊടുക്കണം. ഓക്കെ, പിന്നെ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സെൽഫ് വെയിറ്റ് ആണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ തിക്നെസ് കൂട്ടി കൊടുക്കണം എന്നുള്ള ആ കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് ഡ്യൂ ടു സബ്സർഫസ് ഫ്ലോ. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡ്യൂ ടു സർഫസ് ഫ്ലോ. സർഫസ് ഫ്ലോ ഞാൻ പറഞ്ഞു, അതിന്റെ റെമഡിയൽ മെഷേഴ്സ് മാത്രം പറഞ്ഞുതരാം. ഡ്യൂ ടു സർഫസ് ഫ്ലോ, ഡ്യൂ ടു സർഫസ് ഫ്ലോ, അതിൽ ഫസ്റ്റ് വൺ rupture due to suction caused by standing waves. അതിലെ റെമഡീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുക, ആവശ്യത്തിന് തിക്നെസ് പ്രൊവൈഡ് ചെയ്യുക, പ്രൊവൈഡ് സഫിഷ്യന്റ് thickness to the floor. പിന്നെ രണ്ടാമത്തത് കൺസ്ട്രക്ട് ഫ്ലോർ ആസ് എ യൂണിറ്റ്. അതായത് നമ്മൾ ഇപ്പൊ ഒരു ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ പല പല പാർട്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഒറ്റയടിക്ക് ആ ഒരു എൻറ്റയർ ഫ്ലോർ മുഴുവനോടെ ഉണ്ടാക്കുക. അതായത് ഇങ്ങനെ കുറെ ബ്ലോക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഈ ഒരു പോർഷനിൽ ഒരു ജോയിന്റ് പോലെ വരുമല്ലേ, അതെന്ന് പറയുന്നത് വീക്കർ ആയിട്ടുള്ള പാർട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ജോയിന്റ് ഒന്നും വരാത്ത രീതിയിൽ ഒറ്റ ഒരു ഫ്ലോർ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇനി സെക്കൻഡ് വൺ
ഈ രണ്ടെണ്ണമാണ് റപ്ചർ ഓഫ് സക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള റെമഡിയൽ മെഷേഴ്സ്. നെക്സ്റ്റ് വൺ സ്കോർ. സ്കോർ on upstream and downstream of air. ഇതിനും sufficient provide sufficient thickness to floor. Next one, provide sufficient length. ആവശ്യത്തിന് ലെങ്തും തിക്നെസ്സും പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തത് പൈൽസ് രണ്ടിടത്തും കൊടുക്കുക. പ്രൊവൈഡ് പൈൽസ് at upstream and downstream. Okay. So ഇതാണ് റെമഡിയൽ മെഷേഴ്സ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വൃത്തിക്ക് പഠിക്കുക. ഇപ്പൊ ഫെയിലിയർ ആവാൻ സാധ്യത രണ്ട് കേസുകൾ കൊണ്ടിട്ടാണ്. ഫസ്റ്റ് വൺ സർഫസ് ഫ്ലോ, പിന്നെ ഫസ്റ്റ് വൺ സബ് സർഫസ് ഫ്ലോ, സെക്കൻഡ് വൺ സബ് സർഫസ് ഫ്ലോ. രണ്ടിനും ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്, ഓരോന്നിനും ഡിഫറെന്റ് മെഷേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാം പ്രിവെന്റ് ചെയ്യണമെങ്കിൽ സംഭവം ഒറ്റ ഒരു കൺസെപ്റ്റ് അതിൽ മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. ഫ്ലോറിന് ആവശ്യത്തിന് ലെങ്തും തിക്നെസ്സും കൊടുക്കണം, കൂടാതെ പൈൽസും പ്രൊവൈഡ് ചെയ്യണം. ഈ പൈലും അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും കൊടുക്കണം. വെറുതെ ഒരു സ്ഥലത്ത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പൈപ്പിംഗ് മാത്രമേ നമുക്ക് തടയാൻ പറ്റുള്ളൂ, ഏത് രീതിയിൽ വേണേലും ഫെയിലിയർ ഉണ്ടാവും. അപ്പം ഓവറോൾ കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിംഗ് ഉണ്ടാവരുത്, അപ്ലിഫ്റ്റ് പ്രഷർ കാരണം ഡാമേജ് ഉണ്ടാവരുത്, സ്കോറിംഗ് ഉണ്ടാവരുത്, റപ്ചർ ഓഫ് ഫ്ലോർ ഉണ്ടാവരുത്. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആവശ്യത്തിന് തിക്നെസ്സും സഫീഷ്യന്റ് ലെങ്തും പിന്നെ പൈൽസും പ്രൊവൈഡ് ചെയ്യണം. അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും പൈൽസും കൊടുക്കണം. ഓക്കെ, സോ അതാണ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസസ്, അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ ബേസിസിൽ രണ്ട് തിയറീസ് ഉണ്ട്. വളരെ വളരെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. കാരണം ഈ തിയറി വെച്ചിട്ടാണ് ഇനി വരുന്ന നമ്മളുടെ മൂന്ന് മൊഡ്യൂളിലേക്കും വരുന്നത്. ഈ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്ലോർ ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്ത് സ്ട്രക്ചർ വന്നാലും, ഇപ്പൊ ഇത് വേറെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് സ്ട്രക്ചർ ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ഫ്ലോർ കൊടുക്കണം. ഈ ഫ്ലോർ ഒക്കെ കൊടുക്കുന്നത് ഇനി പഠിക്കാൻ പോകുന്ന ഈ രണ്ട് തിയറിയുടെ ബേസിസിലാണ്. അപ്പൊ ഫ്ലോർ കൊടുക്കുമ്പോൾ എങ്ങനെയാ ഫെയിൽ ആവാതിരിക്കുന്നത്? വേറെ എങ്ങനെ ഫെയിൽ ആവരുത്? പൈപ്പിംഗ് കാരണോ അപ്ലിഫ്റ്റ് പ്രഷർ കാരണം ഫെയിൽ ആവരുത്. അതാണ് നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതാണ് ഡിസൈൻ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് വരുന്നതും ഈ രണ്ട് ഫെയിലിയറിൽ നിന്നാണ്. രണ്ട് ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എങ്ങനെയൊക്കെയാണോ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഡിസൈൻ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. അതിനു വേണ്ടിയിട്ട് രണ്ടുപേര്, ബ്ലൈറ്റ്സിന്റെ തിയറി ഉണ്ടാക്കി, അതുപോലെ കോസ്ലയുടെ തിയറി ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ബ്ലൈറ്റ്സ് തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും മൊഡ്യൂളിലെ എല്ലാ തിയറി പോർഷനും എപ്പോഴും ചോദിക്കാറുണ്ട്, പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഡൈവേർഷൻ ഹെഡ് വർക്ക് എപ്പോഴും ചോദിക്കലുണ്ട്, അങ്ങനെ എല്ലാം തന്നെ ചോദിക്കാറുണ്ട്. ഇനി ബ്ലൈറ്റ്സ് തിയറി കഴിയുമ്പോഴത്തേക്കും പ്രോബ്ലം ആണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് ബ്ലൈറ്റ്സ് തിയറി. അപ്പൊ ബ്ലൈറ്റ്സ് തിയറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലൈറ്റ്സിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ: വെയറിനെ വൃത്തിക്ക് ഡിസൈൻ ചെയ്യണം, വെയർ ഫെയിലിയർ കൂടാതെ ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി ബ്ലൈറ്റ്സ് ഉണ്ടാക്കിയതാണ് ബ്ലൈറ്റ്സ് തിയറി. ഫസ്റ്റ് ഇതിലെ രണ്ട് മെയിൻ കൺസെപ്റ്റ് ആണ് ബ്ലൈറ്റ്സ് പറയുന്ന രണ്ട് മെയിൻ കൺസെപ്റ്റ് ആണ്. ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, വാട്ടർ സീപ്പ് ചെയ്യുന്നത്, വാട്ടർ സീപ്പ് അലോങ് ദ ഔട്ട്ലൈൻ ഓഫ് ദ ബേസ് ഓഫ് ഫൗണ്ടേഷൻ. ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. സോ ഇപ്പം ഇതാണ് നിങ്ങളുടെ വെയർ എന്ന് വിചാരിക്കുക.
ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഈ വെയർ എന്ന് വിചാരിക്കുക. സോ ഇതാണ് നിങ്ങളുടെ ആ വെയർ പോർഷൻ. ഇത് അവിടെ അപ്സ്ട്രീമിൽ വാട്ടർ ഉണ്ട്, ഡൗൺ സ്ട്രീമിൽ വാട്ടർ ഇല്ല. ഓക്കെ, ഡൗൺ സ്ട്രീമിൽ വെള്ളമില്ല. ഇവിടെയുള്ള വെള്ളത്തിന് ഇവിടെ വെയർ വന്നിട്ട് കെട്ടി നിർത്തിയേക്കുക. ഇനി ഇതാണ് ഈ ഫ്ലോറിനെ നമ്മൾ നെഗ്ലിജിബിൾ തിക്നെസ് ഇല്ലാതെ ജസ്റ്റ് ഒന്ന് വരച്ചേക്കുക. ഒരു ഫ്രീ ബോഡി ഡയഗ്രാം പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. താഴെ ആ ഫ്ലോറിന്റെ തിക്നെസ് കാണിക്കുന്നില്ല. അതുപോലെ ഇവിടെ പൈൽസ് ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് പൈൽസ്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ പൈൽ എന്താന്നുള്ളത് പറഞ്ഞില്ലേ, ഈ കാണിച്ചിരിക്കുന്നതെല്ലാം പൈൽസ് ആണ്. ഇതാണ് അപ്സ്ട്രീം പൈൽ, ഇത് ഡൗൺ സ്ട്രീം പൈൽ. ഈ നടുക്ക് കാണുന്നത് ഇന്റർമീഡിയറ്റ് പൈൽ എന്നാ പറയുന്നത്. ഏറ്റവും എൻഡിൽ കൊടുക്കുന്നതാണ് എൻഡ് പൈൽ. അതിൽ അപ്സ്ട്രീമിൽ കൊടുക്കുന്ന എൻഡ് പൈലിനെ അപ്സ്ട്രീം പൈലെന്നും ഡൗൺ സ്ട്രീമിൽ കൊടുക്കുന്ന പൈലിനെ ഡൗൺ സ്ട്രീം പൈലെന്നും നടുക്ക് കൊടുക്കുന്ന പൈലിനെ ഇന്റർമീഡിയറ്റ് പൈലെന്നും പറയും. ഓക്കെ, സോ എന്തായാലും പൈൽസ് കൊടുക്കണം, ഫ്ലോർ തിക്നെസ് ആവശ്യത്തിന് ലെങ്തും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഫെയിലിയർ എല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ പൈൽസ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൈക്സ് പറയുന്ന ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ട്, രണ്ട് കൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് ബ്ലൈക്സ് പറഞ്ഞത്. അതായത് രണ്ട് അസംഷൻ പോലെ. ഓക്കെ, അതിൽ ഫസ്റ്റ് മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കോൺക്രീറ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ബാക്കി ഇവിടെയൊക്കെ മണ്ണായിരുന്നേ, ഇതെല്ലാം മണ്ണായിരുന്നു. മണ്ണിൽ നിന്ന് കഴിഞ്ഞ് വേറെ തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ ലെങ്ത് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് കൊണ്ട് ഫ്ലോർ കൊടുക്കും. ഓക്കെ, അപ്പൊ എന്ത് പറ്റും, ഇവിടെ മണ്ണായിരുന്നുകൊണ്ട് വാട്ടറിന് ഇങ്ങനെ സീപ്പ് ചെയ്യാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ വാട്ടറിനെ സീപ്പ് ചെയ്യാൻ പാടില്ല. വാട്ടർ സീപ്പ് ചെയ്താൽ എന്ത് പറ്റും, നമ്മുടെ സ്ട്രക്ചർ തകർന്നു പോകും. ഇല്ലേ, വാട്ടർ സീപ്പ് അടി കൂടെ വാട്ടർ സീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ തകരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സ്ട്രക്ചർ തകരുന്നത്? പൈപ്പിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ അപ്ലിഫ്റ്റ് പ്രഷറോ ഒക്കെ കാരണം ഈ സ്ട്രക്ചർ തകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പൈലൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ ബ്ലൈക്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ പൈല് കൊടുത്തു കഴിഞ്ഞാലും വാട്ടർ സീപ്പ് ചെയ്യുന്നത് ഔട്ട്ലൈനിലൂടെ മാത്രമായിരിക്കും എന്നാണ്. അതായത് ഈ യെല്ലോ ആരോ നോക്കിയാൽ മതി. ഈ ഫൗണ്ടേഷന്റെ ബേസിലെ ആ ഒരു ബേസിലൂടെ മാത്രമേ വാട്ടർ സീപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് തന്നെയാണ് ബ്ലൈക്സിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെ മാത്രം, ഞാനിപ്പോ ഈ യെല്ലോ കാണിച്ചിരിക്കുന്നില്ലേ, യെല്ലോ കാണിച്ചിരിക്കുന്ന ആ ഒരു പോർഷനിൽ കൂടെ മാത്രമേ വാട്ടർ സീപ്പ് ചെയ്യുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് ബ്ലൈക്സ് പറഞ്ഞ തിയറി. ബ്ലൈക്സിന്റെ ഫസ്റ്റ് തിയറിയാണത്. വാട്ടർ സീപ്പ് അലോങ് ദ ബോട്ടം കോണ്ടൂർ ഓഫ് ഫൗണ്ടേഷൻ. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ ഉള്ളൂ നമ്മളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എൻഡ് പോയിന്റ്. അത്രയും പോർഷനിൽ എന്തുള്ളൂ, കോൺക്രീറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്ലോർ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ പൈൽ എന്ന് പറയുന്നത് ഇപ്പം ഷീറ്റ് പൈലാവാം, അല്ലെ കോൺക്രീറ്റ് തന്നെ കൊണ്ട് ഇങ്ങനെ പൈല് അടിച്ചിറക്കുന്നുണ്ടാവും. ഒരു ഇത്ര വിട്ടിലുള്ള ഒരു കോൺക്രീറ്റ് പൈലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കോൺക്രീറ്റ് ഇംപെർവിയസ് അല്ലെ, സോയില് പോലെ അല്ല. അപ്പം അതിന്റെ ഇടയിൽ കൂടെ വാട്ടറിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് വാട്ടർ മൂവ് ചെയ്യുന്നതെന്നാ പറഞ്ഞ, വാട്ടർ ക്രീപ്സ് അലോങ് ദ ബോട്ടം കോണ്ടൂർ ഓഫ് ദ ഫൗണ്ടേഷൻ. ആ ഔട്ട്ലൈനിലൂടെ മാത്രമേ വാട്ടർ മൂവ് ചെയ്യുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, സോ അത് എഴുതിയെടുത്തോ. വാട്ടർ ക്രീപ്സ് അലോങ് ദ bottom contour of foundation. Bottom contour of foundation. Sorry, structure. Bottom contour of structure. സ്ട്രക്ചറിന്റെ ഏറ്റവും ബോട്ടത്തിൽ കൂടെ മാത്രമേ വാട്ടർ മൂവ് ചെയ്യുന്നുള്ളൂ. അതാണ് ബ്ലൈക്സിന്റെ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാട്ടർ ഇവിടെയൊക്കെ സോയിലാണ്. സോയിലിൽ നിന്ന് പിന്നെ നമുക്ക് ആ ഒരു ഫൗണ്ടേഷന്റെ അല്ലെങ്കിൽ പൈലിന്റെ ഉള്ളിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. ജസ്റ്റ് പൈലിന്റെ ബോട്ടത്തിൽ കൂടെ തന്നെ അത് മൂവ് ചെയ്ത് ഏറ്റവും അങ്ങേയറ്റത്ത് ഡൗൺ സ്ട്രീമിലേക്ക് എത്തും. ഇവിടെ വന്ന് ഇതുണ്ടാക്കിയാൽ തന്നെ പ്രശ്നം അധികം വരത്തില്ല, വെയറിന് അധികം പ്രശ്നം ഉണ്ടാവത്തില്ല. ഓക്കെ, ഇതിന്റെ അടുത്തൊക്കെയാണ് ഇപ്പം
പൈൽ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു ഫ്ലോർ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു. ഇപ്പൊ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്ട്രക്ചർ ഇരുന്നത്. ഇത്രയും ഫ്ലോറേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് എന്ത് പറ്റും, ഇവിടുന്ന് വാട്ടർ കയറി ഇവിടെ പോയി പൈപ്പിംഗ് ഒക്കെ പെട്ടെന്ന് പോകും. പൈപ്പിംഗ് ഒക്കെ പെട്ടെന്ന് നടക്കും ഇല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് അതിന് മൂവ് ചെയ്താൽ മതി, വാട്ടറിന് കുറച്ച് ലെങ്ത് മൂവ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ ലെങ്ത് മൂവ് ചെയ്യിക്കണം എന്ന്. കുറച്ച് ലെങ്ത് മൂവ് ചെയ്താൽ മതി. കുറച്ച് ലെങ്ത് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പെട്ടെന്ന് നടക്കും. പെട്ടെന്ന് നടന്നു കഴിയുമ്പോൾ അത് അങ്ങ് പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത്, അല്ല ആദ്യത്തെ ബ്ലൈക്സിന്റെ തിയറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ബ്ലൈക്സ് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഹെഡ് ലോസ് ഈസ് directly proportional length of creep. ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. ഓക്കെ, ഞാൻ എന്താ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു തന്നിട്ട് ഓരോന്നും പറഞ്ഞുതരാം. സോ ഹെഡ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ക്രീപ്പ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ ഇനി ഇവിടെ ആദ്യം ബ്ലൈക്സ് പറഞ്ഞു വാട്ടർ ക്രീപ്സ് അലോങ് ദ ബോട്ടം കോണ്ടൂർ ഓഫ് ദ സ്ട്രക്ചറിന് ബ്ലൈക്സ് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ, നമ്മളുടെ നേരെ സ്ട്രക്ചറിന്റെ തൊട്ടു താഴെ കൂടെയുള്ള ഔട്ട്ലൈനിലൂടെയാണ് വാട്ടർ ക്രീപ്പ് ചെയ്യുന്നത്. ഇനി ആ ക്രീപ്പ് ചെയ്യുന്ന ലെങ്ത് ഇല്ലേ, അതിനെയാണ് ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത്. എത്ര ലെങ്ത് ആണോ ഇത് ക്രീപ്പ് ചെയ്യുന്നത്, ആ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത്. സോ ഇപ്പം നിങ്ങളുടെ ഓരോ പൈലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് D1, ഇത് രണ്ടാമത്തെ പൈലിന്റെ ഡെപ്ത് D2 ആൻഡ് തേർഡ് പൈലിന്റെ ഡെപ്ത് D3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഓവറോൾ ലെങ്ത്, ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് B ആണെന്നും വിചാരിക്കുക. ടോട്ടൽ വിഡ്ത്ത് B. ഓക്കെ, സോ ഇതിന്റെ അകത്ത് ലെങ്ത് ഓഫ് ക്രീപ്പ് എത്രയായിരിക്കും? ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്തോരം പോർഷനിലൂടെയാണോ ആ സ്ട്രക്ചറിന്റെ ഔട്ട്ലൈനിലൂടെ എത്ര ലെങ്ത് ആണോ വാട്ടർ ക്രീപ്പ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ലെങ്തിലൂടെ ആയിരിക്കും ഇവിടെ ക്രീപ്പ് ചെയ്തേക്കുന്നത്? ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആദ്യമേ D1-ൽ നിന്ന് പോയി, എന്നാ പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് L1 ഉം L2 ആയിട്ട് ഞാൻ എടുത്തേ. L1 ഉം ഈ ഡിസ്റ്റൻസ് L2. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ആദ്യമേ വാട്ടർ ക്രീപ്പ് ചെയ്യാൻ ഫസ്റ്റ് D1 പോയി, പിന്നെ തിരിഞ്ഞ് ആ സെയിം D1 ക്രീപ്പ് ചെയ്തു, പിന്നെ L1, D2, പിന്നെയും D2, L2, D3. സോ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയായിരിക്കും? ഹുദ ഈ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയാ? അത് തുടക്കം തൊട്ട് പറ. വാട്ടർ ക്രീപ്പ് ചെയ്യുന്നതിന് എലോങ് ആയിട്ട് തന്നെ പറ. ഫസ്റ്റ് എത്രയാ ഡിസ്റ്റൻസ്? വാട്ടർ ക്രീപ്പ് ചെയ്യുന്ന എവിടെ തൊട്ടാ? ഇവിടുന്ന് താഴോട്ടില്ലേ, അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഇല്ലേ? അപ്പൊ എത്ര ഈ ഇതെത്രയാണ് ഡിസ്റ്റൻസ്? D1. അപ്പൊ D1 ക്രീപ്പ് ചെയ്തു, അത് കഴിഞ്ഞോ പിന്നെ എന്തോരോ? പിന്നെയും D1. അപ്പം D1 പ്ലസ് D1 പ്ലസ് പിന്നെ എന്തോരോ? പ്ലസ് L1 പ്ലസ് D2 പ്ലസ് D2, അതായത് പ്ലസ് 2D2 എന്ന് എഴുതി കൂടെ? പ്ലസ് 2D2 പ്ലസ് L2 പ്ലസ് 2D3 പ്ലസ് 2D3. അതിൽ L1 പ്ലസ് L2 എന്ന് പറയുന്നത് എന്താ? L1 പ്ലസ് L2 B. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2D1 പ്ലസ് B പ്ലസ്
2d2 പ്ലസ് 2d3. ഇതായിരിക്കും ട്രിപ്പിൾ ലെങ്ത് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതന്നെ 33. ആദർശൊക്കെ എവിടെ പോയി? നിങ്ങൾ ആരും ലെഫ്റ്റ് ആവല്ലേ? അഭിനവ് എവിടെ? അഭിനവ് ആദർശില്ല. ഏബിൻ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? അക്ഷയ് എവിടെ? അലീന, ആൽഫിൻ, അമൽ, ഷിബു, അമൃത, അനഘ, അനന്തു, അപർണ, അർച്ചന, അർജുൻ, പ്രിയ, ദേവിഷ, ഗോകുൽ, ജോനറ്റ്, കെവിൻ, പ്രദീപ്, ലോകേഷ്, സോന എന്ത്? ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോ.